ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 3 സേനകളുടെയും ഐക്യവും സാങ്കേതിക ആധിപത്യവും പ്രകടമാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാന് അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി അന്താരാഷ്ട്ര നാണയനിധി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PSLV റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ട സംഭവം അന്വേഷിക്കാൻ ISRO പ്രത്യേക സമിതി രൂപീകരിച്ചു. മീസൽസ്, റുബെല്ല നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുവാനുള്ള 2 ആഴ്ചത്തെ പ്രത്യേക ക്യാമ്പയിൻ ഇന്ന് കേരളത്തിൽ തുടക്കമാകും. ബംഗ്ലാദേശിനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം നിലനിർത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പ്രതിരോധ നയത്തിലെ വഴിത്തിരിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രതിരോധ മന്ത്രാലയം. 3 സേനകളുടെയും ഐക്യം, തന്ത്രപരമായ സവിശേഷത, സാങ്കേതിക ആധിപത്യം എന്നിവ പ്രകടമാക്കുന്നതായിരുന്നു സൈനിക നടപടി. സേനാ വിഭാഗങ്ങളുടെ കൃത്യത, പ്രൊഫഷണലിസം എന്നിവയുടെ തെളിവാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഭീകരപ്രവർത്തനത്തിനെതിരായ ചരിത്രപരമായ നാഴികക്കല്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയുടെയും ഇന്ത്യൻ സേനകളുടെ ധീരതയുടെയും ഇന്റലിജൻസ് ഏജൻസികളുടെ കൃത്യതയുടെയും തെളിവാണ് ഇതെന്നും അദ്ദേഹം അഹമ്മദാബാദിൽ പറഞ്ഞു. ലഷ്കർ ഇ തായ്ബ ഭീകരൻ റസുള്ള നിസാനി ഖാലിദ് എന്ന അബു സൈഫുള്ള ഖാലിദിനെ പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യയിൽ വെച്ച് അജ്ഞാതർ വെടിവെച്ച് കൊന്നു. 2005-ൽ ബംഗളൂരുവിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലും 2006-ൽ നാഗ്പൂരിലെ RSS ആസ്ഥാനത്തും നടന്ന ആക്രമണങ്ങളുടെ മുഖ്യ സൂത്രധാരനാണ്. ജമ്മുകശ്മീരിലെ പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള വിവിധ ഗ്രാമങ്ങളിൽ സുരക്ഷാസേന പരിശോധനകൾ തുടരുന്നു. ജനവാസ മേഖലയിൽ നിന്നും സുരക്ഷാസേന പൊട്ടിത്തെറിക്കാത്ത 42 ഷെല്ലുകൾ നശിപ്പിച്ചു. ജുല്ലാസ്, സലൂത്രി, ധരദി, സലാനി എന്നീ അതിർത്തി പ്രദേശങ്ങളിൽ നിന്നാണ് ഇവ കണ്ടെത്തിയത്. ഇന്ത്യ പാക് സംഘർഷത്തിനിടെ പാകിസ്ഥാൻ അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകളുമായി അന്താരാഷ്ട്ര നാണയനിധി. വായ്പയുടെ അടുത്ത ഗഡു അനുവദിക്കും മുൻപ് 11 നിബന്ധനകൾ പാലിക്കണം എന്നാണ് IMF നിർദ്ദേശം. സംഘർഷം സാമ്പത്തിക മേഖലയ്ക്ക് ദോഷം ചെയ്യുമെന്ന മുന്നറിയിപ്പോടെയാണ് പുതിയ നിബന്ധനകൾ. ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശം നൽകിയ ഇന്ത്യൻ സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ജമ്മുകശ്മീരിലെ റെയ്സി നഗരത്തിൽ തിരംഗ യാത്ര സംഘടിപ്പിച്ചു. വനിതകൾ നേതൃത്വം നൽകിയ യാത്ര ഇന്ത്യയുടെ ഏകത്വത്തിന്റെയും രാജ്യസ്നേഹത്തിന്റെയും പ്രതീകമായി. ഡൽഹിയിലെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ BJP തിരംഗ റാലി സംഘടിപ്പിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 6 ദിവസത്തെ പര്യടനത്തിന്റെ ഭാഗമായി അദ്ദേഹം നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. 3 രാഷ്ട്രത്തലവന്മാരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഒരു രാജ്യം, ഒരു കൃഷി, ഒരു ടീം എന്ന ലക്ഷ്യത്തിനായി ഇന്ത്യൻ കാർഷിക ഗവേഷണ കൌൺസിലും മേഖലയിലെ പങ്കാളികളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. നാഗ്പൂരിൽ കർഷകരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. उसके लिए पूरी लैब हम जो बनाने वाले हैं वो पुणे में बनाने वाले हैं. उसका शुभारंभ हम करने वाले हैं जल्दी. अब हम बिल्कुल प्लांट की हर तरह से हम ट्रेस करेंगे कि आया कहां से, कहां बना, और उसी समय अगर कोई रोग है तो पता चल जाएगा कि आज लगा रहे हो तो इसमें फलानी चीज है. इस वायरस के ये खतरे होंगे, बड़े होंगे. രാജ്യത്തിന്റെ ഏറ്റവും പുതിയ ഭൌമ നിരീക്ഷണ ഉപഗ്രഹമായ EOS-09 ഭ്രമണപഥത്തിൽ എത്തിക്കുവാനുള്ള PSLV റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ട സംഭവം അന്വേഷിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന പ്രത്യേക സമിതി രൂപീകരിച്ചു. ISRO ചെയർമാൻ V. നാരായണൻ ആണ് ഇക്കാര്യം അറിയിച്ചത്. ISRO അതിന്റെ വരാനിരിക്കുന്ന വിക്ഷേപണങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ഡോക്ടർ നാരായണൻ പറഞ്ഞു. എവറസ്റ്റ് കൊടുമുടി കീഴടക്കി നാഷണൽ കേഡറ്റ് കോർപ്സ് പര്യവേഷണ സംഘം. വെല്ലുവിളി നിറഞ്ഞ കാലാവസ്ഥയും ഭൂപ്രകൃതിയും നേരിട്ടിട്ടും ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയിൽ കേഡറ്റുകൾ ത്രിവർണ്ണ പതാകയും NCC പതാകയും ഉയർത്തി. വിശദാംശങ്ങളിലേക്ക്. 10 NCC കേഡറ്റുകളും 4 ഓഫീസർമാരും 2 ജൂനിയർ കമ്മീഷൻഡ് ഓഫീസർമാരും അടക്കമുള്ളവരാണ് സംഘത്തിലുള്ളത്. 10 കേഡറ്റുകളിൽ 5 പെൺകുട്ടികളും ഉൾപ്പെടുന്നു. കർശനമായ പരിശീലന പ്രക്രിയയിലൂടെയാണ് ഇവർ കടന്നുപോയത്. എവറസ്റ്റ് കയറുന്നതിന്റെ തയ്യാറെടുപ്പിന്റെ ഭാഗമായി മൌണ്ട് അബിഗാമിൽ സംഘം പര്യവേഷണം നടത്തി. തുടർന്ന് സംഘത്തെ സിയാച്ചിൻ ബേസ് ക്യാമ്പിലെ ആർമി മൌണ്ടനിയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ശൈത്യകാല സാങ്കേതിക പരിശീലനത്തിന് അയച്ചു. അവിടെ മാസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷമാണ് 10 കേഡറ്റുകളെ മൌണ്ട് എവറസ്റ്റ് പര്യവേഷണത്തിനായി തിരഞ്ഞെടുത്തത്. ഏപ്രിൽ 3-ന് ന്യൂഡൽഹിയിൽ നിന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗാണ് സംഘത്തെ ഫ്ളാഗ് ഓഫ് ചെയ്തത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
ഇന്നലെ വത്തിക്കാനിൽ ആഗോള കത്തോലിക്ക സഭയുടെ മാർപ്പാപ്പയായി ലിയോ 14 സ്ഥാനാരോഹണം ചെയ്ത ചടങ്ങിൽ രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവൻഷ് പങ്കെടുത്തു. ചടങ്ങിന് ശേഷം ഇന്ത്യൻ പ്രതിനിധി സംഘം പോപ്പ് ലിയോ 14 കൂടിക്കാഴ്ച നടത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഓപ്പറേഷൻ സിന്ധൂരിന്റെ വിജയാഘോഷങ്ങൾക്കൊപ്പം ഇന്ത്യൻ സൈനികരുടെ ധീരതയെയും അഭിവാദ്യം ചെയ്ത് രാഷ്ട്രം. സായുധ സേനകളോടുള്ള ആദരസൂചകമായി ആകാശവാണി വാർത്തകൾ അവതരിപ്പിക്കുന്ന പ്രത്യേക പരമ്പരയിൽ ശ്രീലങ്കയിലെ ഓപ്പറേഷൻ പവനിൽ രാജ്യത്തിനായി ജീവൻ ത്യജിച്ച പരമവീരചക്ര ജേതാവ് മേജർ രാമസ്വാമി പരമേശ്വരനെ നാം ഇന്നോർക്കുന്നു. ഇന്ത്യ ശ്രീലങ്ക കരാറിന്റെ ഭാഗമായി ശ്രീലങ്കയിലെ ക്രമസമാധാന നില നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായാണ് മഹാർ റെജിമെന്റൽ ഷോർട്ട് സർവീസ് കമ്മീഷനിൽ ഉൾപ്പെട്ട മേജർ രാമസ്വാമി പരമേശ്വർ ഉൾപ്പെട്ട സംഘം ശ്രീലങ്കയിൽ എത്തുന്നത്. അവിടെ ആയുധധാരികളുടെ സംഘത്തിന്റെ ആക്രമണത്തിന് ഇരയായ മേജർ രാമസ്വാമി പരമേശ്വർ അവസാന ശ്വാസം വരെയും സേനയ്ക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും പ്രചോദകമായി തീരുകയും ചെയ്തു. മഹാരാഷ്ട്രയിലും തെലങ്കാനയിലും തീപിടുത്തത്തിൽ 25 പേർ മരിക്കാനിടയായ സംഭവത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുശോചനം രേഖപ്പെടുത്തി. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചു. കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തം നിയന്ത്രണ വിധേയമാക്കി. നിലവിൽ 2 ഫയർ യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് പുതിയ സ്റ്റാൻഡ് കെട്ടിടത്തിൽ ഇന്നലെ വൈകിട്ടുണ്ടായ തീപിടുത്തം പൂർണ്ണമായും അണച്ചു. നിലവിൽ 2 ഫയർ യൂണിറ്റുകൾ മാത്രമാണ് ഇപ്പോൾ അവിടെ തുടരുന്നത്. ആദ്യ നിലയിൽ നിന്നുമാണ് തീപിടുത്തമുണ്ടായത് എന്നാണ് ഫയർഫോഴ്സ് നിഗമനം. കൂടുതൽ പരിശോധനകൾ ഇന്ന് നടത്തും. നാശനഷ്ടങ്ങൾ കണക്കാക്കിയിട്ടില്ല. കോർപ്പറേഷൻ ബിൽഡിംഗിലെ കാലിക്കറ്റ് എസ്റ്റേറ്റ്സിലാണ് തീപിടുത്തമുണ്ടായത്. തൊട്ടടുത്തുള്ള മരുന്നുകൾ സൂക്ഷിച്ച ഭാഗത്തും തീയുണ്ടായിട്ടുണ്ട്. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ 14 ഫയർഫോഴ്സ് യൂണിറ്റുകളും എയർപോർട്ട് യൂണിറ്റുമാണ് തീ അണച്ചത്. രാത്രിയോടെ തീ നിയന്ത്രണ വിധേയമായി. തീ കൂടുതൽ ഭാഗങ്ങളിലേക്ക് പടരുന്നത് നിയന്ത്രിക്കാനായി വിവിധ സന്നദ്ധ പ്രവർത്തകരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മീസൽസ് റൂബെല്ല രോഗങ്ങളുടെ നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുന്നതിനായുള്ള 2 ആഴ്ചത്തെ പ്രത്യേക ക്യാമ്പയിൻ ഇന്ന് ആരംഭിക്കും. തിരുവനന്തപുരം, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 6 ജില്ലകളിലാണ് പ്രത്യേക ക്യാമ്പയിൻ നടത്തുക. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കലാ സാംസ്കാരിക പ്രവർത്തകരുമായി സംവദിക്കും. തൃശൂർ പുഴയ്ക്കലിൽ ലുലു കൺവെൻഷൻ സെന്ററിലാണ് പരിപാടി. കൊച്ചി വിമാനത്താവളത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഡിജിറ്റൈസ് ചെയ്യുന്ന സിയാൽ 2.0 പദ്ധതി ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിക്കും. 200 കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. കുടിശ്ശികയുള്ള 1 ഗഡു ഉൾപ്പെടെ 2 ഗഡു ക്ഷേമ പെൻഷൻ ഈ മാസം 21 മുതൽ വിതരണം ചെയ്യും. 50 ലക്ഷം പേർക്ക് 3200 രൂപ വീതം ലഭിക്കും. ഇതിനായി 1850 കോടി രൂപ അനുവദിക്കാൻ ഉത്തരവായി. ഇടവമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല ക്ഷേത്രനട ഇന്ന് രാത്രി 10-ന് അടയ്ക്കും. ഇന്ന് വൈകിട്ട് 6 വരെ എത്തുന്ന തീർത്ഥാടകരെ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോകാൻ അനുവദിക്കും. ബംഗ്ലാദേശിനെ 4-3 തോൽപ്പിച്ച് സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം നിലനിർത്തി ഇന്ത്യ. പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയിയെ നിശ്ചയിച്ചത്. നിശ്ചിത സമയത്ത് മത്സരം 1-1 എന്ന നിലയിലായിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിനെ തോൽപ്പിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫിൽ. ഇന്ന് രാത്രി 7:30-ന് ലക്നൌ സൂപ്പർ ജയൻസും സൺറൈസേഴ്സ് ഹൈദരാബാദും ഏറ്റുമുട്ടും. കേരള, കർണാടക, കൊങ്കൺ, ഗോവ, ഇന്ത്യൻ ഉപദ്വീപിനോട് ചേർന്നുള്ള ഇടങ്ങളിൽ അടുത്ത 5 ദിവസം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിൽ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും ആലപ്പുഴ മുതൽ മലപ്പുറം വരെ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ അതിശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. 3 സേനകളുടെയും ഐക്യവും സാങ്കേതിക ആധിപത്യവും പ്രകടമാക്കുന്നതായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പ്രതിരോധ മന്ത്രാലയം. പാകിസ്ഥാൻ അനുവദിച്ച വായ്പയ്ക്കുമേൽ കർശന നിബന്ധനകൾ ഏർപ്പെടുത്തി അന്താരാഷ്ട്ര നാണയനിധി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, ജർമ്മനി സന്ദർശനത്തിന് ഇന്ന് തുടക്കം. PSLV റോക്കറ്റ് വിക്ഷേപണം പരാജയപ്പെട്ട സംഭവം അന്വേഷിക്കാൻ ISRO പ്രത്യേക സമിതി രൂപീകരിച്ചു. മീസൽസ് റുബെല്ല നിവാരണം ലക്ഷ്യമിട്ട് 5 വയസ്സുവരെയുള്ള കുഞ്ഞുങ്ങളുടെ വാക്സിനേഷൻ സമ്പൂർണ്ണമാക്കുവാനുള്ള 2 ആഴ്ചത്തെ പ്രത്യേക ക്യാമ്പയിൻ ഇന്ന് കേരളത്തിൽ തുടക്കമാകും. ബംഗ്ലാദേശിനെ ഷൂട്ടൌട്ടിൽ തോൽപ്പിച്ച് സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം നിലനിർത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.